നമ്മളാരും പെർഫെക്റ്റ് അല്ല അല്ലേ? നമുക്കൊക്കെ കുറവുകളും ന്യൂനതകളുമുണ്ട്. എന്നാൽ അതേസമയം നന്മകളും മെച്ചങ്ങളുണ്ട്. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കുറവുകളും ന്യൂനതകളും കാട്ടിക്കൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ പരിഹസിക്കുന്ന ഒരവസ്ഥ, ഒരു വിഭാഗം ആളുകളെ പരിഹസിക്കുന്ന ഒരവസ്ഥ നമ്മൾ പലപ്പോഴും ഇത് ചെയ്യുക ഇങ്ങനെ കൂട്ടത്തിലിരിക്കുമ്പോഴാണ്. അതിലൂടെ മറ്റുള്ള ആളുകൾ ചിരിക്കണം, അവരൊന്ന് താഴണം, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. എന്നാൽ ഇതെത്ര ഗൗരവമേറിയ കാര്യമാണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹ സഫിയ റളിയല്ലാഹു അൻഹയെ കുറിച്ചിട്ട് ഇങ്ങനെ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചിട്ടുള്ളൂ. അവൾ കുറുകിയവളല്ലേ എന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ അവൾ ചെറുതല്ലേ, നീളമില്ലാത്തവളല്ലേ എന്ന രൂപത്തിൽ. അതിനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്, ആ വാക്ക് കടലിലിട്ടാൽ ആ കടൽ മുഴുവൻ മലിനമാകാൻ അത് മതി എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കുക, എത്ര ഗൗരവമേറിയ വിഷയമാണ് ഒരാളെ കളിയാക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ കൃത്യമായും വ്യക്തമായും അതിനെ എതിർക്കുന്നുണ്ട്. വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് ഖുർആൻ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, നമ്മളോടാണ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. ഒരു വിഭാഗം പുരുഷന്മാർ മറ്റൊരു വിഭാഗം പുരുഷന്മാരെ കളിയാക്കരുത് എന്നാണ്. കാരണം ഈ കളിയാക്കപ്പെടുന്ന ആളുകൾ നാളെ വലിയ ആളുകളായേക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. നമ്മൾ ഇന്ന് എന്തിൻ്റെ പേരിലാണോ അവർ പരിഹസിക്കുന്നത്, ആ അവസ്ഥ നമുക്ക് വന്നേക്കാം. അവർ മെച്ചമുള്ളവരായേക്കാം. അള്ളാഹു പറയാണ്, വലാ നിസാ ഉമ്മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ. അതേപോലെ തന്നെ ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെ കളിയാക്കരുത് എന്നാണ്. കാരണം അവർ നാളെ നന്മയുള്ളവരായേക്കാം, നമ്മളെക്കാൾ മെച്ചമുള്ളവരായേക്കാം. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു പറയാണ്, വലാ തൽമിസു അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കുത്തി പറയരുത് എന്നാണ്. എന്താ അംഫുസക്കും, നിങ്ങളെ തന്നെ എന്ന് അള്ളാഹു പറയാൻ കാരണം എന്താണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസികൾ സഹോദരങ്ങളാണ്. സഹോദരങ്ങളെ കളിയാക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം നഫ്സിനെ കളിയാക്കുന്നത് പോലെ അള്ളാഹു ചൂണ്ടിക്കാണിച്ചു തരാണ്. ഇപ്പോൾ നിങ്ങളുടെ സഹോദരനെ കളിയാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നെ കളിയാക്കുന്നതാണ്, കുത്തി പറയുന്നവനാണ് എന്ന് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തി തരാണ്. അള്ളാഹു പറയാണ്, വലാ തനാബസു ബിൽ അൽഖാബ്, ലഖബുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ കളിയാക്കരുത്, അല്ലെങ്കിൽ വിളിപ്പേരുകൾ ഉപയോഗിച്ചുകൊണ്ട്. ഈ വിളിപ്പേരുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് 3 രൂപത്തിൽ മനസ്സിലാക്കാം. ഒന്നൊരാളെ അറിയാൻ വേണ്ടിയിട്ട്, താറുഫിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ചിലപ്പോൾ ഒരു നാട്ടിൽ ഒരേ പേരുള്ള 2 ആളുകളുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഒരാളറിയാൻ വേണ്ടിയിട്ട് അയാളുടെ ഇനീഷ്യലോ മറ്റോ കൂട്ടി വിളിക്കും. അത് അയാൾക്ക് പ്രശ്നമില്ലെങ്കിൽ അങ്ങനെ നമുക്ക് വിളിക്കാം, അയാൾക്ക് കുഴപ്പമില്ലെങ്കിൽ. രണ്ടാമത്തത് സ്ഥാനപ്പേരുകളാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് എന്ന സ്ഥാനപ്പേര്, പ്രവാചകന് അൽ അമീൻ എന്ന സ്ഥാനപ്പേര്. ഈ രൂപത്തിൽ ഒരാളെ പുകഴ്ത്തുന്ന അല്ലെങ്കിൽ അയാളുടെ നന്മയിൽ ഉൾപ്പെട്ട ഒരു സ്ഥാനപ്പേര് അയാളെ വിളിക്കുന്നതിന് അത് നല്ലതാണ് എന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തത് ഒരാളെ ഇകഴ്ത്താൻ വേണ്ടി വിളിക്കുന്നതാണ്, അയാളെ മോശക്കാരനാക്കാൻ, അയാളെ ഒന്ന് താഴ്ത്താൻ വേണ്ടി വിളിക്കുന്ന പേരുകൾ. അത്തരം പേരുകൾ നിങ്ങൾ മറ്റൊരാളെ വിളിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി പറയാണ്. വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്. അങ്ങനെ വിളിക്കരുത് പ്രിയമുള്ളവരെ, അത് വലിയ വിപത്താണ്. കാരണം എന്ന് പറയാണ്, ബിഅ്സലിസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ. ഈമാൻ കിട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മുസ്ലിങ്ങളാണല്ലോ, മുസ്ലിം ആയിക്കൊണ്ട് ഒരാളെ അങ്ങനെ ലഖബ് വിളിക്കുന്നത് എത്ര മോശപ്പെട്ട കാര്യമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു പറയാണ്, വമല്ലം യതുബ്, തൗബ ചെയ്തിട്ടില്ലെങ്കിൽ, ഇങ്ങനെ വിളിച്ച ആളുകൾ, ഇങ്ങനെ പരിഹസിച്ച ആളുകൾ, അവർ വമല്ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവരക്രമികളാണെന്നാണ്. അവരെങ്ങനെ വിളിച്ചിട്ട് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അവരക്രമികളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ എത്ര ഗൗരവമേറിയ വിഷയമാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരിക്കൽ അബൂദർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കറുത്ത പെണ്ണിൻ്റെ മകനെ എന്ന് വിളിച്ചു. ഇത് കേട്ടപ്പോൾ ഉമ്മയെ വിളിച്ച സങ്കടത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു നേരെ പ്രവാചകൻ്റെ അടുക്കലേക്ക് ഓടുകയാണ്. പ്രവാചകനോട് പറഞ്ഞു, എന്നെ അബൂദർ ഈ രൂപത്തിൽ വിളിച്ചിട്ടുണ്ട് എന്ന്. പ്രവാചകൻ അബൂദറിനെ വിളിപ്പിച്ചു, കാര്യങ്ങൾ ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, താങ്കൾ ബിലാലിൻ്റെ ഉമ്മയെ പറഞ്ഞോ, ഈ രൂപത്തിൽ സംസാരിച്ചോ, ജാഹിലിയത്തിലെ ഈ ഒരു സ്വഭാവം നിങ്ങളെ വിട്ടു മാറിയിട്ടില്ലേ എന്ന് തുടങ്ങി നല്ല രൂപത്തിൽ പ്രവാചകൻ അദ്ദേഹത്തെ പറഞ്ഞു. ആ സമയത്ത് അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകൻ ഒരു വാളെടുത്ത് തന്നെ വെട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി, അത്രയും രൂപത്തിൽ പ്രവാചകനെ ആക്ഷേപിച്ചു എന്നാണ്. എന്നിട്ട് അബൂദർ റളിയല്ലാഹു അൻഹു ബിലാലിനോട് പറയാണ്, എൻ്റെ മുഖം ഞാൻ നിലത്ത് വെച്ചുകൊണ്ട് എൻ്റെ മുഖത്തേക്ക് നിൻ്റെ കാലെടുത്ത് വെക്ക് ബിലാലേ എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിനെ സുജൂദ് ചെയ്യുന്ന മുഖത്ത് ഞാൻ എങ്ങനെയാണ് കാലെടുത്ത് വെക്കുക എന്ന്. അങ്ങനെ അത് പുറത്തു കൊടുത്തു എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, എത്ര വലിയ ഗൗരവമേറിയ വിഷയമാണ് ഒരാളെ കുറ്റം പറയുന്നതും ഒരാളെ കളിയാക്കുന്നതും അവരുടെ ന്യൂനതകളും കുറവുകളും ഉപയോഗിച്ചുകൊണ്ട് അവരെ പരിഹസിക്കുന്നതും നമ്മളൊക്കെ എത്രമാത്രം ചെയ്തിട്ടുണ്ടാകും എന്നാലോചിച്ച് നോക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്തരം പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കുക, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.